ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ അനിയൻ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാണ്. ഈ പൂ കണ്ടോ, നല്ല രസമുള്ള പൂവാണ്. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അനിയനെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലാണ് ആക്കിയേക്കുന്നത്. അപ്പോൾ അനിയനെ ഒന്ന് വിളിക്കാൻ പോകണം. അപ്പോൾ അനിയൻ അവിടെ ഉണ്ട്. പക്ഷെ അവന് ക്യാമറ വരാൻ വെച്ചിരുന്നാണുള്ളത് അവൻ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഭയങ്കര രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും നല്ല പൂവ് കേട്ടോ. അപ്പോൾ നമ്മുടെ തെച്ചിയാണോ ചെത്തിയാണോ എനിക്കറിയില്ല. എങ്ങനെയാണ് ഞാൻ ഇന്ന് പൂവെന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ ഒരു പിങ്ക് കളറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞങ്ങൾ പിങ്ക് കളർ പൂ ആദ്യമായിട്ട് കാണാൻ എൻ്റെ അമ്മയും കൂടെ വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആ സംഭവം കാണിച്ചു തരാം കേട്ടോ. അതെ, അവിടെ അപ്പുറം നിൽപ്പുണ്ട്. ഞാൻ വേഗം ഓടിച്ചെന്ന് കണ്ടൊരു സംഭവമായിരുന്നു. കണ്ടോ, പിങ്ക് കളർ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണാൻ അതിൻ്റെ തേൻ കുടിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്കങ്ങനെ അവിടുത്തെ ഒത്തിരി ചെടികളുണ്ട് അവിടെ. ഇത് ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ള വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഷൂട്ട് ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അനിയനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഞാനൊന്നങ്ങനെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. അമ്മ അവിടെ അപ്പുറത്തെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞാനൊന്ന് അമ്മയടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ വീട് വരുന്നത്. അപ്പം ഞങ്ങൾ മെല്ലെ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് വാതിൽ പൂട്ടിയേക്കുമായിരുന്നു കേട്ടോ. വാതിൽ ഫുള്ളായിട്ട് പൂട്ടിയേക്കുമായിരുന്നു. പിന്നെ താക്കോല് തപ്പി കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തുറന്നത്. അപ്പം അതുവരേക്കും ബൈ ബൈ.